എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ പ്ലസ് വിന്നേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, തുടർന്നും നിങ്ങൾക്ക് സഹായകമാവുന്ന ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന് അടിസ്ഥാനപരമായി ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം. അതിന്റെ കരാറിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചില പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. Insurance is a contract of utmost good faith. Both the parties to the contract should be absolutely honest to each other in regard to the contract. The insured is liable to disclose all material facts to him. Similarly, the insurer is also liable to disclose honestly the scope of insurance which he is prepared to grant. If there is no non-disclosure or misrepresentation of any material fact, the agreement will be invalid. കൃത്യമായുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നർത്ഥം. ആറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരസ്പരമായി നല്ല ബന്ധത്തിലുള്ള ചേർച്ച വരിക. തനിക്കറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം വെളിപ്പെടുത്തിയിരിക്കണം. ഇൻഷുറർ ആയിട്ടുള്ള ആളുകൾ ഇൻഷുവേർഡിൻ്റെ അടുക്കൽ എല്ലാ രഹസ്യങ്ങളും താൻ എത്ര രൂപ വരെ കൊടുക്കാൻ തയ്യാറാണ്, എത്ര രൂപ വരെയുള്ള ഇൻഷുറൻസിന് അതൊന്ന് കിട്ടുമെന്നുള്ള വെളിപ്പെടുത്തുക. അതുപോലെ എന്തിനു വേണ്ടിയാണ് താൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതെന്നും, ഉദാഹരണം ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, അപ്പോൾ തനിക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടോ എന്നും എന്തെല്ലാം ഇല്ല എന്നുമുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ കൃത്യമായിരിക്കണം. ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കോൺട്രാക്ട് ഇൻവാലിഡായി മാറും എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. കൃത്യമായ കൂട്ടുകാർക്ക് മനസ്സിലാക്കിയെടുക്കുക. ഒരു രഹസ്യങ്ങളും കള്ളത്തരങ്ങളും പാടില്ല ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്നർത്ഥം. എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് അവിടെ വെച്ച് ക്യാൻസൽ ആയി പോവും, ₹1 പോലും കിട്ടത്തില്ല എന്നർത്ഥം. അല്ല എങ്കിൽ ഇൻഷുററിനെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നർത്ഥം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. All contract of insurance except life insurance are contract of indemnity. Indemnity means that in cause of any loss, the insured shall be compensated, but the amount of compensation shall never be more than the actual loss. It denotes that the insured is not allowed to make any profit out of his loss. According to this principle, the insured is entitled to recover an amount of actual loss or insured sum, whichever is less. The policy behind this arrangement is that nobody should treat insurance contract as a source of income. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം കൊടുക്കുക എന്നർത്ഥമാണത്. എന്താണ്? ഒരു നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം പരിഹരിച്ചു കൊടുക്കുക. എത്രയാണോ നഷ്ടം അത്രയും പരിഹരിച്ചു കൊടുക്കുക. എത്രയാണോ എമൗണ്ട് വന്നേക്കുന്നത് ആ എമൗണ്ടിന്റെ അത്രയും എമൗണ്ട് പരിഹരിച്ചു കൊടുക്കുക. ഉദാഹരണം, 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, 5 ലക്ഷം രൂപയുടെ നഷ്ടമുള്ളെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കുക. 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടെങ്കിലും 10 ലക്ഷം രൂപ കൊടുക്കുക. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും 11 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായാലും 10 ലക്ഷം രൂപ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇൻഷുറൻസ് ഒരിക്കലും ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ല, നഷ്ടം പരിഹരിക്കൽ മാത്രമാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ദ ഇൻഷുർഡ് പ്രിൻസിപ്പിൾ ആണ്, PLE ആണ്. ആ സ്ലൈഡിന് അതൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ദ ഇൻഷുർഡ് പേഴ്സൺ മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇൻഷുർഡ്, അതർവൈസ് ഹി കനോട്ട് ക്ലെയിം at the time of loss. Insurable interest means that the insured must have some financial interest in the object, property or life which he is insuring. No person can enter into a contract of insurance unless he has insurable interest in the matter of insurance. ഏതൊരു വ്യക്തിയും ഒരു കോൺട്രാക്റ്റിലേക്ക് പ്രവേശിക്കുന്നു എങ്കിൽ ആ വ്യക്തിക്ക് ഒരു സാമ്പത്തികമായ താല്പര്യം ഇൻഷുർ ചെയ്യുന്ന വസ്തുവിലോ ഇൻഷുർ ചെയ്യുന്ന ജീവനിലോ ഇൻഷുർ ചെയ്യുന്ന എന്തിലോ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് വ്യക്തിഗതമായി ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ മുകളിൽ എനിക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റത്തില്ല.
സാമ്പത്തികമായ ഒരു ബാധ്യത, ഉത്തരവാദിത്തം, നേട്ടം ഇല്ലാത്ത ഒരു കാര്യത്തിനകത്ത് എനിക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ മാത്രമേ അതിനകത്ത് ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അടുത്തത് കോസ പ്രോക്സിമ. പ്രോക്സിമേറ്റ് ക്ലോസ് literally means nearest cause or direct cause. This principle is applicable when the loss is the result of two or more causes. Insurer pay the claim money only if the nearest cause is insured. According to this principle, only the proximate nearest cause will be considered when there are several causes of damage. As per this principle, the insurance company will become liable to compensate the insured if the reason for the loss is insured against it and it must be a nearest one. വളരെ കൃത്യമായി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒരു നഷ്ടമുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഏത് കാരണത്തിനാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ഒരു നഷ്ടമുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏത് കാരണത്തിനാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. പല കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ഒരു അപകടമോ എന്തും ഉണ്ടാകുന്നത്. ഒരു ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഒരു തെഫ്റ്റോ നടക്കുമ്പോൾ പല കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഏത് കാരണത്തിനാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ കാരണം ഇതിൻ്റെ നഷ്ടം വരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ എമൗണ്ട്, ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുകയുള്ളൂ എന്ന് അർത്ഥം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാഭം ഉണ്ടാക്കുക, ഒരു ഇൻകം ഉണ്ടാക്കലല്ല ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. As per this principle, after the insured is compensated for the loss due to the damage of the property insured, then right of ownership of such property passes on to the insurer. If the damaged property has any value left, that cannot be given to the insured. This is because the insured should not be allowed to make profit by selling the damaged property. എന്തെങ്കിലും കാരണവശാൽ ഒരു നഷ്ടമുണ്ടായി, ആ നഷ്ടത്തിന് ഇൻഷുറർ പൈസ കൊടുത്തു ഇൻഷുർഡിന്. അങ്ങനെ കൊടുത്തതിന് ശേഷം നഷ്ടം വന്നതിൻ്റെ സാധനം മറിച്ച് വിറ്റിട്ട് വീണ്ടും പൈസ ഉണ്ടാക്കാൻ ഇൻഷുറൻസ് കമ്പനി അനുവദിക്കുന്നതല്ല. ഉദാഹരണം, വാഹനം ഇടിച്ചു, വാഹനം ടോട്ടൽ ലോസിൽ വിറ്റു. ടോട്ടൽ ലോസിൽ ഫുൾ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തു. 5 ലക്ഷം രൂപയുടെ വാഹനമായിരുന്നു, വണ്ടി ഇടിച്ചു, 5 ലക്ഷം രൂപയും ഗവൺമെൻറ് കൊടുത്തു, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇടിച്ച വാഹനം തനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് ആ വാഹനം കിട്ടില്ല. കാരണം എത്ര രൂപയാണോ തൻ്റെ നഷ്ടം, ആ നഷ്ടം പരിഹരിക്കപ്പെട്ടു. പിന്നീട് ആ വാഹനം എടുത്തുകൊണ്ട് പോയി വിറ്റ് ഒരു 40,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ 5,40,000, 5 ലക്ഷം രൂപയുടെ വണ്ടിക്ക് 5,40,000 കിട്ടും. അതൊരിക്കലും പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ വഴി അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം അല്ല എന്ന് അർത്ഥം. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസസ്. Insurance can claim for loss or damage only if the loss arises due to reason beyond the control of the insured. According to this principle, the insured is expected to take reasonable care to protect the insured property from loss or damage and has taken effective measures to minimize the loss. The insured must not neglect or behave irresponsibility during such events just because the property is insured. In case insurer find out the loss is due to carelessness of the insured loses the right to compensate the loss. ഒരു നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ ആ നഷ്ടത്തെ പരമാവധി കുറയ്ക്കേണ്ടത് ആരാണോ ഇൻഷുർ ചെയ്തത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഉദാഹരണം, എൻ്റെ ഭവനം ഇൻഷുർ ചെയ്തു, അത് തീ പിടിക്കാൻ പോകുന്നു. അപ്പോൾ തീ പിടിക്കാൻ പോകുന്ന കണ്ടിട്ട് ഞാൻ വെറുതെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. തീ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സിന് കൊടുക്കാമോ, അതായത് വെള്ളം കോരി ഒഴിക്കലോ,
ഫയർഫോഴ്സിനെ വിളിക്കലോ ഒക്കെയുള്ള എല്ലാം പ്രൊസീജിയർ ചെയ്തില്ല എങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എത്ര മിനിമം ആക്കാമോ അത്ര ആ നഷ്ടത്തെ മിനിമം ആക്കണം. അത്രത്തെ നഷ്ടത്തെ മിനിമം ആക്കിയെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് എമൗണ്ടിന് കോമ്പൻസേഷൻ കിട്ടാനുള്ള സാധ്യത ഉള്ളൂ എന്നർത്ഥം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. It is applicable to all contract of indemnity. വീണ്ടും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായി. ഒരിക്കലും വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയായി ഇൻഷുറൻസിനെ കാണാൻ കഴിയില്ല എന്ന് അടിസ്ഥാനപരമായി പറയുന്നതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. According to this principle, an insured can insure the same subject matter with 2 or more insurance companies, but he can claim the compensation only to the extent of actual loss either from all insurers or from any one of insurer. If one insurer pay the full compensation, then that insurer can claim proportionate compensation from others. ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിൽ കൂടുതലോ ആളുകളുടെ അടുക്കൽ ഇൻഷുറൻസ് എടുക്കാം. എന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമായിട്ട് പൂർണ്ണ തുകയോ അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്ന് ഭാഗികമായി നഷ്ടമുണ്ടായ തുകയോ എടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം, 5 ലക്ഷം രൂപ നമുക്ക് നഷ്ടമുണ്ടായി. നമ്മൾ 5 പേരെടുക്കൽ ഇൻഷുറൻസ് സെയിം കാര്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. 5 പേരോട് ചേർന്ന് 5 ലക്ഷം രൂപ വെച്ചായാൽ 25 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അതൊരിക്കലും ഇൻഷുറൻസ് കമ്പനി അനുവദിക്കില്ല. നിങ്ങളുടെ നഷ്ടം 5 ലക്ഷം രൂപയാണ്, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കിട്ടണം. അത് 2 രീതിയിൽ എടുക്കാം. ഒന്ന്, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് പൂർണ്ണമായ തുക എടുക്കാം. അല്ല, 2, എല്ലാ കമ്പനിയിൽ നിന്നും തുല്യമായി എടുക്കാം. ഇനി നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്നാണ് പൂർണ്ണമായ തുക എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഇൻഷുർ കമ്പനിക്ക് മറ്റ് കമ്പനികളിൽ ഭാഗികമായ തുക എടുത്ത് അവർക്ക് അവരുടെ കോമ്പൻസേഷൻ തുക ഒരുപോലെ അവർക്കാക്കിയെടുക്കാം. അവർ തമ്മിൽ തീരുമാനിച്ചു ഓരോ ലക്ഷം രൂപ വെച്ച് 5 പേരുടെ കയ്യിൽ നിന്നും എടുക്കുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇത്തിരി സമയം കൂടുതൽ ഇത് വ്യക്തമാക്കാനായിട്ട് ശ്രമിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.